നമസ്കാരം. ജനുവരി 21 വളരെയധികം പ്രാധാന്യമുണ്ട്. ഗ്രഹങ്ങളുടെ സേനാധിപതി എന്നറിയപ്പെടുന്ന ചൊവ്വ വക്രഗതിയിലുള്ള സഞ്ചാരം ആരംഭിക്കുകയാണ്. ബുധന്റെ രാശിയായ മിഥുനത്തിലാണ് ചൊവ്വ വക്രഗതിയിലാകുന്നത്. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുക. ഓരോ രാശിയിലും 6 മുതൽ 7 ആഴ്ചയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. തീർച്ചയായും ഈ സമയം ചില രാശിക്കാർക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. ജനുവരി 21 ചൊവ്വയുടെ വക്രഗതി ഏതെല്ലാം രാശിക്കാർക്ക് ഗുണകരമായി ഭവിക്കും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, അവസാന പകുതി, തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ചൊവ്വയുടെ വക്രഗതി സംഭവിക്കുന്നത് മിഥുനം രാശിയിലാണ്. അതിനാൽ തന്നെ ഈ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ സമയം ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. കർമ്മരംഗം കൂടുതൽ മികവോടെ പ്രവർത്തിക്കുവാൻ ഈ സമയം ഇവർക്ക് സാധിച്ചു എന്ന് വരാം. ജോലിയിൽ വളരെയധികം നേട്ടങ്ങൾ, പ്രധാനമായും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ജോലിയിൽ തിളങ്ങുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. ധൈര്യവും സാഹസ ബുദ്ധിയും അനുഭവപ്പെടുന്നതായ ഒരു സമയമാകുന്നു. ജോലിയിൽ അഭിമാനവും സംതൃപ്തിയും നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരാം. വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ് സമയം. പഠന രംഗവുമായി ബന്ധപ്പെട്ടും മികച്ചതായ പ്രകടനങ്ങൾ, വിദ്യയിൽ ഉയരുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ് വിപുലീകരിക്കുവാനുള്ള അവസരങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. കൂടാതെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യം കൂടുതൽ തൃപ്തികരമായി മാറുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ഏതൊരു കാര്യവും കൂടുതൽ വിപുലപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ദുഃഖ ദുരിതങ്ങൾക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ തന്നെ കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. വിദേശത്ത് അല്ലെങ്കിൽ നാട്ടിലാണ് എങ്കിലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഏത് കാര്യവും മികവോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് സാഹസിക ബുദ്ധിയും വന്നു ചേരുന്നതിനാൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അഭിമാനിക്കുവാൻ സാധിക്കുന്ന ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല വ്യക്തികളുടെയും പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ കൂടി വന്നു ചേരാം. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റൊരു രാശി തുലാം രാശിയാകുന്നു. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, അവസാന പകുതി, ചോതി, വിശാഖം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിയിൽ ജനിച്ച വ്യക്തികളാണ് എങ്കിൽ ചൊവ്വയുടെ ഈ മാറ്റം മൂലം ജീവിതത്തിൽ പ്രത്യേകിച്ചും കർമ്മരംഗത്ത് അഭിവൃദ്ധി കൈവരിക്കുവാൻ പോകുന്ന സമയമാണ്. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ കടന്നു വരാം. ഏറെ കാലമായി സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന വ്യക്തികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അതായത് തുലാം രാശിയിലുള്ള ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിയുകയും സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമായി തന്നെ മാറും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ധനയോഗങ്ങൾ വന്നു ചേരാവുന്ന സമയമാകുന്നു. ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ അല്പം വർദ്ധിക്കാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ചിലവുകൾ പലതും നിയന്ത്രിക്കുവാൻ സാധിക്കും. വരുമാനം നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ വിനിയോഗിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ സമ്പാദ്യം ഈ സമയം നീക്കിവയ്ക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ജോലി മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഉദ്യോഗസ്ഥർക്കും ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വിവാഹിതരായ വ്യക്തികൾക്കും ചൊവ്വയുടെ വക്രഗതി ഗുണകരമായി ഭവിക്കും.
ദാമ്പത്യ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സന്തോഷങ്ങൾ കടന്ന് വരാവുന്നതാണ്. ജീവിത പങ്കാളിക്കൊപ്പം അനുകൂലമായ യാത്രകൾ പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ആഗ്രഹങ്ങൾ പലതും സാധിച്ചു കൊടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഉന്നത പഠനത്തിനായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂലമായ കാര്യങ്ങൾ, അവസരങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഈ സമയം കാര്യങ്ങൾ പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം മുന്നോട്ട് പോകുക. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാകുന്നു. വൃശ്ചികം രാശിക്കാർക്ക് ചൊവ്വയുടെ വക്രഗതി കാലയളവ് അപ്രതീക്ഷിതമായ സാമ്പത്തിക യോഗങ്ങളുടെ ഒരു സമയം കൂടിയായി മാറും. പ്രതീക്ഷിക്കാതെ തന്നെ പുതിയ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈവശം വന്ന് ചേർന്നു എന്ന് വരാം. കർമ്മരംഗത്തും പഠന രംഗത്തും മികവ് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കൂടുതൽ ശ്രദ്ധയോടെ തന്നെ ജോലികൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പഠനം പൂർത്തിയാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ ജോലികളും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം സമയബന്ധിതമായി തന്നെ പല ജോലികളും പൂർത്തീകരിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആത്മവിശ്വാസം ക്രമാതീതമായി വർദ്ധിക്കാം. അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യവുമായി ബന്ധപ്പെട്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ധൈര്യം ഈ സമയം നിങ്ങളിൽ വർദ്ധിക്കാം. ഏത് കാര്യവും മികവോടെ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ധൈര്യം പ്രധാനമായി തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയം കൂടിയാകുന്നു. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിലനിന്നിരുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യ കാര്യങ്ങൾ പൊതുവിൽ തൃപ്തികരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കൂടാതെ ധനയോഗങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്ന് വരാവുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സമ്പാദ്യം അല്പം നീക്കി വയ്ക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിവാഹിതരായ വ്യക്തികൾക്കും അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. ആഗ്രഹങ്ങൾ പലതും നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം പുതിയ അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാം. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വിദേശവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്രമേണ അനുകൂലമായി തീരും. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് എടുത്തുചാട്ടം കൂടാതെ മുന്നോട്ട് പോവുക എന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാകും. വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.